ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരായ പീഡന ആരോപണത്തിൽ സിനിമ രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് കടുത്ത എതിർപ്പാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന CPI നേതാവ് ആനി രാജയും രഞ്ജിത്ത് രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷമാകണം അന്വേഷണം നടത്തേണ്ടതെന്നാണ് ആനി രാജ അഭിപ്രായപ്പെട്ടത്. ഇപ്പോഴിതാ രഞ്ജിത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്നാണ് VD സതീശൻ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ സിനിമാ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് രഞ്ജിത്ത്. അദ്ദേഹം സ്ഥാനം ഒഴിയണമെന്നാണ് തനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതെന്നും VD സതീശൻ പ്രതികരിച്ചു. സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്നുവെന്നും സർക്കാർ വേട്ടക്കാരന് ഒപ്പമാണെന്നും ഇരകൾക്കൊപ്പമല്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. പരാതി തന്നാൽ മാത്രമേ കേസ് എടുക്കൂ എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നതാകും നല്ലതെന്നും അദ്ദേഹം ഒരിക്കലും ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ശ്രീ രഞ്ജിത്ത് എന്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ മന്ത്രി സജി ചെറിയാൻ കുറെ ദിവസങ്ങളായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്ന ഒരാൾ, ഈ റിപ്പോർട്ട് കൃത്രിമം കാണിച്ച് പുറത്തുവരുത്താൻ കൂട്ടുനിന്ന ഒരാൾ, ഇപ്പോഴും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ, നിയമപരമായ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് കേസെടുക്കില്ല, പരാതി തന്നാൽ മാത്രമേ കേസെടുക്കുള്ളൂ എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, നിയമപരമായ ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഞങ്ങൾ FIR ഇടണമെന്നല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ Day 1 മുതൽ പ്രതിപക്ഷം എന്താ പറഞ്ഞത്? പ്രതിപക്ഷം പറഞ്ഞത് ഒരു അന്വേഷണം നടത്തണം. വേണ്ടേ? ഒരു വനിതാ IPS ഉദ്യോഗസ്ഥരുടെ ഒരു ടീം, ഇൻവെസ്റ്റിഗേഷൻ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് അന്വേഷണം നടത്തണം. ഇതാണ് പറഞ്ഞത്. എന്നിട്ടാണ് FIR എടുക്കണോ വേണ്ടതെന്നൊക്കെ ആലോചിക്കേണ്ടത്. ഞങ്ങളുടെ നിലപാട് ആദ്യം മുതൽ അതാ. അന്വേഷണം വേണ്ട എന്നാണെങ്കിൽ പിന്നെ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫലം? ഇതിന്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഇരകളുടെ മൊഴികളുണ്ട്. ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട്, ഒന്നല്ല, സീരീസ് ഓഫ് ഒഫൻസസ് അല്ലേ? അതായത് കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 199 അനുസരിച്ച് സ്ത്രീകൾക്കെതിരായി അതിക്രമം ഉണ്ടായെന്ന് അറിഞ്ഞാൽ അതിലുള്ള നടപടികൾ സ്വീകരിക്കണം. നടപടികൾ സ്വീകരിക്കാതിരിക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ചെയ്താൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാം. അതൊരു ക്രിമിനൽ കുറ്റമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ്, പഠിച്ചിട്ടാണ് പറഞ്ഞത്. വന്ന ഉടനെ തന്നെ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇപ്പൊ ഇവർ ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം ആർക്കാണ്? സിനിമാ ലോകത്തിന് മുഴുവൻ ദോഷമാണ്. സിനിമാ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കുറ്റവാളികളെ പോലെ ആളുകൾ കാണുന്നു. അതിന്റെ കാരണം സർക്കാരാണ്. യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടെത്തി ഇപ്പൊ ഈ റിപ്പോർട്ട് നേരത്തെ വിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു? ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആ റിപ്പോർട്ട് പുറത്തുവിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇതൊന്നും സർക്കാർ ചെയ്യില്ല. സർക്കാർ കേസെടുക്കില്ല എന്നല്ലല്ലോ പറഞ്ഞ, അന്വേഷണം പോലും നടത്തില്ല എന്നല്ലേ പറഞ്ഞ. അന്വേഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ, അതായത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന്, കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് സർക്കാരിന്റെ കയ്യിലിരിക്കുകയാണ്, പെൻഡ്രൈവും എവിഡൻസും ആയിട്ട്. ഇനി എന്താ ആരുമെന്ന് പറയാനാണ്? ആരുമെന്ന് പറയാനാണ്? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നതും ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതി വെച്ച ചില തത്വങ്ങളുണ്ട്. അതായത് ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അന്വേഷണം നടത്താം, കേസ് നടത്താം, കേസും എടുക്കാം, വിചാരണയും നടക്കാം. പിന്നെന്താ കുഴപ്പം? സർക്കാർ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. സമ്മർദ്ദമാണ് സർക്കാരിന്റെ മീത്. സർക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സർക്കാരിനകത്തും പുറത്തു നിന്ന് സർക്കാരിന് മീതെ സമ്മർദ്ദം ചെലുത്തുകയാണ്. സർക്കാർ വേട്ടക്കാർക്ക് വഴങ്ങിക്കൊടുത്തിരിക്കുകയാണ്, ഇരകളെ തള്ളിക്കളയാണ്. അതാണ് സംഭവം. അതെന്താ എൻക്വയറി കമ്മീഷനൊക്കെ ആയിരുന്നു? എൻക്വയറി കമ്മീഷൻ അല്ലല്ലോ, കമ്മിറ്റിയെ വെച്ചിട്ട്, കമ്മിറ്റി മടക്കി വെച്ചിട്ട്
ഇരകളെയും വേട്ടക്കാരെയും കൂടി ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തും എന്ന് പറയുന്ന ഈ നാടകം ഉണ്ടല്ലോ, അത് കേരളത്തിൽ വേണ്ട. ഒരാൾ ഇങ്ങനെ ഒരു പരസ്യമായിട്ട് ഒരാള് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആ ആരോപണത്തിന്റെ പേരിൽ കേസെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് അന്വേഷിക്കണം, ആരോപണം അന്വേഷിക്കണം, ഉറപ്പായിട്ട് അന്വേഷിക്കണം. നിരപരാധികളെ മോശക്കാരാക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. മലയാള സിനിമാ ലോകം മുഴുവൻ കുഴപ്പക്കാർ നിറഞ്ഞാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷെ സർക്കാരിന്റെ ഈ നടപടിയാണ് സിനിമാ ലോകത്തെ മുഴുവൻ ഈ കരിനിഴലിൽ നിർത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ ഈ നടപടിയാണ്. നിരപരാധികളായ മനുഷ്യരെയും കുറ്റക്കാരെയും ഒരുമിച്ച് നിർത്തുകയാണ് സർക്കാർ ഇപ്പോൾ. അത് കുറ്റക്കാരായ ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം. ഈ വാശി വെറുതും വാശിയാണ്. പരാതി കൊടുത്താലേ വരുള്ളൂ. അവരെത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ കമ്മിറ്റിയുടെ മുമ്പാകെ പോയി അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പരാതി കൊടുത്തത്. എന്നിട്ട് അവർ വീണ്ടും ഇനി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം, പരാതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ സോളാർ കേസിലെ പരാതിക്കാരിയെ വിളിച്ച് എഴുതി മേടിച്ച് CBIക്ക് വിട്ടാതെ, ഇത് ആരെ അറിയിക്കാതെ, ഇത് റിപ്പോർട്ട് ചെയ്യാതെ, പോലീസിന് കൊടുക്കാതെ, വിവരാവകാശ കമ്മീഷന് അനുവദിച്ച പേജുകൾ പോലും വെട്ടിച്ചുരുക്കി കൃത്രിമം കാണിച്ചാണ് പുറത്തു വന്നത്. അവര് പറഞ്ഞതിൽ എന്താ തെറ്റ്? അവര് പറഞ്ഞതിൽ ഇതിന്റെ അകത്ത് അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ അമ്മ സ്ത്രീപക്ഷ നിലപാടെടുത്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കുന്നത്. വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടല്ലേ, അത് വേറെ പ്രശ്നമാണ്. അത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിന്റെ പുറത്ത് 4.5 കൊല്ലമായിട്ട് എന്തിനാ അടയിരുന്നത്? ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ നടപടി എടുക്കണ്ടേ? അതിൽ വിവരാവകാശ കമ്മീഷൻ എന്ത് അതോറിറ്റി ഉള്ളത്? എന്ത് കോമ്പീറ്റൻസ് ആണ് വിവരാവകാശ കമ്മീഷന്റെ അധികാരം പരിമിതമാണ്. മനസ്സിലായില്ലേ? റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തെക്കുറിച്ചാണ്, റിപ്പോർട്ട് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതാണ്. ഞാൻ വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ ആക്ട് അനുസരിച്ച് ഞാനത് തരണം എന്ന് പറയുമ്പോൾ അത് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അധികാരം മാത്രമേ വിവരാവകാശ കമ്മീഷൻ അതുമാത്രമേ അധികാരമുള്ളൂ. വിൻസെന്റ് പോൾ അടക്കമുള്ള ആളുകൾക്ക് അതിന് മാത്രമേ അധികാരമുള്ളൂ. ഈ കേസ് ഞാൻ ചോദിച്ചു, വിവരാവകാശ കമ്മീഷൻ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ പുറത്ത് കേസെടുക്കാൻ പാടില്ല എന്ന് വിവരാവകാശ കമ്മീഷൻ പറയാൻ എന്താ അധികാരം? വിവരാവകാശ കമ്മീഷൻ അത് പറഞ്ഞിട്ടുമില്ല. അല്ല, നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല. UDFന്റെ നിലപാട് ഇതാണ്, കൃത്യമായ നിലപാട്, ഞങ്ങളെല്ലാവരുടെയും നിലപാട് ഇതാണ്. നിയമപരമായി ഇത് എവിടെയാണ് എന്തെങ്കിലും ദോഷം വരുന്നത് അവിടെ ഞങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നിയമപരമായ മാർഗങ്ങൾ ഞങ്ങൾ തേടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല, ഞങ്ങൾ ആലോചിച്ചെടുക്കാം. ഞാൻ ഒറ്റയ്ക്കൊന്നും അങ്ങനെ അഭിപ്രായം പറയും. അല്ല, അങ്ങനെ ചെയ്യരുതെന്നാണ് എന്റെ അഭ്യർത്ഥന. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളോട് അങ്ങനെ ചെയ്യരുത്. അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അത് ആ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് അദ്ദേഹം ഒരു ക്രിമിനൽ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ക്രിമിനൽ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ടാണ് കേസ് പോകുന്നത്.